ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ധുനിമോളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് എത്രയും വേഗം സഞ്ജയെയും പൂർണിമയെയും ഒന്നിപ്പിക്കണമെന്നതായിരുന്നു കിരണും ദുർഗയും തമ്മിൽ കണ്ടെത്തിയ സൊല്യൂഷൻ. അക്കാര്യം അവർ നളിനി അമ്മയോടും കൂടി സംസാരിച്ചു. നളിനി മുത്തശ്ശി അതിന് അനുകൂലമായിട്ടുള്ള മറുപടി നൽകുകയും അവരെ ഒന്നിപ്പിക്കാൻ താനും പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളതാണെന്നും ധുനിമോളുടെ സങ്കടം കാണുമ്പോൾ തനിക്കും വല്ലാതെ വേദന തോന്നിയിട്ടുണ്ടെന്നും, പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മളാരും പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നവരോ ഒന്നുമല്ല അവർക്ക് അവരുടേതായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഉപദേശിച്ചാലും എത്ര പറഞ്ഞാലും അവരവരുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നതാണ് സത്യമെന്ന് സങ്കടത്തോടെ പറയുന്ന ആ വാക്കുകൾ കേട്ട്, അങ്ങനെ ഒരു തീരുമാനം അറിയിക്കുന്നത് കേട്ട് ആകെ വിഷമത്തോടെ മുന്നിൽ നിൽക്കുന്ന ധുനിമോളെ നോക്കിയിട്ട് കിരണും ദുർഗയും നളിനിയെ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി, നമുക്കിതിൽ ഒരു കാര്യം ചെയ്താലോ? എങ്ങനെയും സഞ്ജയ് ഏട്ടനെയും പൂർണിമ ചേച്ചിയെയും ഒന്നിപ്പിക്കണം. അതിനു വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞപ്പോൾ അതിൽ എന്ത് സഹായത്തിനും താൻ തയ്യാറാണ് എന്ന് ദുർഗയ്ക്കും കിരണും വാക്കുകൊടുക്കുകയാണ് നളിനി മുത്തശ്ശി. അങ്ങനെ അതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജയുമായിട്ടുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് ധനുമോൾ വേഗം അവർക്കരികിലേക്ക് എത്തി. എന്താ ആലോചിച്ച് നിൽക്കുന്നതെന്ന് ധനുമോൾ അവരോട് അന്വേഷിക്കുമ്പോൾ, അതെ, ഞങ്ങൾ പറഞ്ഞത് ധനുമോൾക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെന്നും ധനുമോളെയും ഞങ്ങൾ അക്കൂട്ടത്തിൽ ഒരു മിഷൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിൽ ധനുമോളെയും ഒരു പാർട്ടാക്കുകയാണെന്നും പറഞ്ഞപ്പോൾ അത് കേട്ടു നിന്ന ധനുമോള് സന്തോഷത്തോടെ കിരണ് ഒരു ഉമ്മ കൊടുത്തു. അപ്പോഴേക്കും അത് കണ്ട ദുർഗ പറഞ്ഞു, അതെ, ധനുമോളുടെ അച്ഛനെയും അമ്മയും തിരിച്ചു തരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ധനുമോള് ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ വേഗം തന്നെ അച്ഛനെയും അമ്മയും നമുക്ക് ഒന്നിപ്പിക്കാൻ പറ്റും എന്ന് അവർ വാക്ക് നൽകി. ധനുമോള് വളരെ സന്തോഷത്തോടെ അതിന് തയ്യാറാണെന്ന് ഉറപ്പ് നൽകുന്നു. അപ്പോഴാണ് ധനുമോൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ കിരൺ തയ്യാറായപ്പോൾ കിരണിന്റെയും ദുർഗയുടെയും ആ സ്നേഹവും അവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ കണ്ട് അസൂയ തോന്നിയ അഷിത ആകെ ദേഷ്യത്തോടെ പൃഥ്വിയോട് സംസാരിച്ചത്. പുറത്തു പോയി മടങ്ങിയെത്തിയ പൃഥ്വി അഷിതയുടെ സങ്കടം മാറ്റാനായി നമുക്കൊരു ഡിന്നറിന് പുറപ്പെടാമെന്ന് വാക്ക് നൽകി. അങ്ങനെ ഡിന്നറിന് പോകാനായി റെഡിയായി താഴേക്ക് വന്ന അഷിത അവിടെ നിൽക്കുന്ന ദുർഗയെയും കിരണിനെയും കണ്ടു. ഉടനെ എങ്ങോട്ടാ അഷി എന്ന് ചോദിച്ചപ്പോഴേക്കും, ഓ, വന്നു നിൽക്കുകയാ കൃത്യസമയത്ത് എൻ്റെ മുന്നിൽ അല്ലേ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ ഇങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് നീയാ. എൻ്റെ ജീവിതം തകർക്കുന്നത് നീ തന്നെയാ. നിന്റെ ഈ കരിങ്കണ്ണാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതാക്കുന്നത്. എവിടേക്ക് പുറപ്പെടാൻ തുടങ്ങിയാലും അപ്പോൾ രണ്ടും വന്നിങ്ങനെ നിൽക്കുകയാണല്ലോ മുന്നിൽ. മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താനും സന്തോഷം ഇല്ലാതാക്കാനും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ജീവിതത്തിലെ സന്തോഷം മുഴുവൻ നശിപ്പിക്കാനായിട്ട് നീ ഇങ്ങനെ നിന്റെ കരിങ്കണ്ണുമായിട്ട് വന്ന് നിൽക്കല്ലേ എന്ന് പറഞ്ഞ് ദുർഗയോട് ദേഷ്യപ്പെടുകയാണ് അഷിത. ഇത് കേട്ടതും എന്താണ് ദുർഗ അഷി ഇങ്ങനെ തുടങ്ങുന്നത് രീതിയിൽ കിരൺ ദുർഗയെ നോക്കുമ്പോഴേക്കും ദുർഗ പറഞ്ഞു, സാരയില്ല, അവള് എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇപ്പോൾ അവളുടെ സന്തോഷകരമായ ഒരു ജീവിതം അവൾക്ക് ലഭിച്ചാൽ മാത്രം മതി, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് കിരണിനോട് ദുർഗ പറയുമ്പോൾ കിരൺ ദുർഗയോട് ഇപ്പോഴും കാണിക്കുന്ന അഷിതയുടെ ആ പെരുമാറ്റത്തെക്കുറിച്ചും അഷിത എപ്പോഴും ദുർഗയോട് സംസാരിക്കുന്ന രീതികളും എല്ലായ്പ്പോഴും ദുർഗയെ ഒരു കുറ്റക്കാരിയാക്കാനുള്ള ശ്രമം നടത്തുന്നതുമൊക്കെ ഒട്ടും ഇഷ്ടപ്പെടാതെ കിരൺ ദുർഗയോട് പറഞ്ഞു. എന്തായാലും അവൾ സന്തോഷിച്ചാൽ മാത്രം മതി, അത്രേ തനിക്കുള്ളൂ എന്ന് ദുർഗ കിരണിനോട് പറയുകയും ചെയ്തു. അപ്പോഴേക്കും അവിടേക്ക് പൃഥ്വി എത്തുകയും പൃഥ്വിയും താനും കൂടി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഡിന്നറിന് പോവുകയാണെന്ന് പറഞ്ഞ് പൃഥ്വിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അഷിത ഇറങ്ങി. ഈ സമയത്ത് ചന്ദ്രസേനൻ പൃഥ്വിയുടെ ഫോണിലേക്ക് വിളിച്ചു. കാറിൽ കയറി അഷിത അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കോൾ വന്നതുകൊണ്ട് പൃഥ്വി കോൾ അറ്റൻഡ് ചെയ്യാനായി പുറത്തേക്ക് ഇറങ്ങി. ഉടനെ പൃഥ്വി കോളിൽ സംസാരിക്കുമ്പോൾ ചന്ദ്രസേനൻ പറഞ്ഞു, അതെ, എത്രയും വേഗം നീ പുറത്തിറങ്ങണം. കാരണം നമ്മുടെ ഡ്രൈവറെ ആ പോലീസ് പൊക്കിയിട്ടുണ്ട്. ഡ്രൈവറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള മറുപടി അവർക്ക് നേരെ ചെന്നാൽ അത് നമുക്ക് ആപത്താണ്. ഡ്രൈവറെ എത്രയും വേഗം നീ കണ്ടെത്തിയേ തീരൂ. അവരുടെ പിടിയിൽ നിന്ന് ഡ്രൈവറെ നീ രക്ഷിക്കണം എന്നറിയിച്ചപ്പോൾ അത് കേട്ട് തന്ന പൃഥ്വി പറഞ്ഞു, അതിപ്പോൾ എങ്ങനെയാ സർ? ഞാനിപ്പോൾ എൻ്റെ വൈഫുമായിട്ട് ഡിന്നറിന് പോകാൻ ഇറങ്ങിയതാ എന്ന് പറഞ്ഞപ്പോഴേക്കും പൃഥ്വി, നീ ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പോൾ നിന്റെ വൈഫുമായി ഡിന്നർ പോകുകയല്ല ഇപ്പോൾ നീ ചെയ്യേണ്ടത്. എത്രയും വേഗം ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും പോലീസിന്റെ പിടിയിൽ അകപ്പെട്ട ഡ്രൈവറുടെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരാൻ പാടില്ല.
സത്യങ്ങൾ പുറത്തായാൽ പിന്നെ ഒരിക്കലും നമുക്ക് നിലനിൽപ്പിൽ ഉണ്ടാവില്ല. അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷനായി പൃഥ്വിക്ക്. താൻ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ടെൻഷനോടെ പൃഥ്വി അങ്ങ് നിൽക്കുമ്പോഴേക്കും ഉടനെ വീണ്ടും പൃഥ്വിയുടെ ഫോണിലേക്ക് കോള് വരികയും പൃഥ്വിയോട് വീണ്ടും ഒരു മുന്നറിയിപ്പ് എന്നോണം ചന്ദ്രസേനൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല എങ്കിൽ നിനക്ക് പിന്നെ നിന്റെ വൈഫ് പോലും കാണില്ല, മറക്കണ്ട എന്ന് പറഞ്ഞ് പൃഥ്വിയെ ഭീഷണിപ്പെടുത്തുന്നു. പൃഥ്വി വേഗം കാറിനകത്തേക്ക് കയറി വന്ന് അശ്വതി ചോദിച്ചു, അല്ല ഷി ഇപ്പൊ പോണോ ഈ ഒരു ഡിന്നറിന്, നമുക്ക് നാളെ പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴേക്കും ദേ പൃഥ്വി ഇപ്പോൾ എൻ്റെ കൂടെ വന്നില്ല എങ്കിലുണ്ടല്ലോ പിന്നെ പൃഥ്വി തിരിച്ചു വരുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഉടനെ പൃഥ്വിക്ക് ഞാനാണോ വലുത് അത് പൃഥ്വിക്ക് ജോലിയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് താൻ തന്നെയാ എന്ന് പറഞ്ഞ് വേഗം ഗൂഗിളിൻ്റെ കൂടെ പൃഥ്വി പൃഥ്വി തൻ്റെ പ്രിയപ്പെട്ട അശ്വതിയുടെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അശ്വതിയുമായിട്ട് പൃഥ്വി അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് ചന്ദ്രസേനൻ ചന്ദ്രമതിയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുകയായിരുന്നു. ചന്ദ്രസേനോട് ചന്ദ്രമതി വിളിച്ചിട്ട് പറഞ്ഞു, എന്നാലും ഏട്ടാ ഏട്ടനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ആ ദുർഗയും കിരണ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ഒരു വഴി ഏട്ടൻ കണ്ടെത്തിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ചന്ദ്രസേനൻ പറഞ്ഞു, എൻ്റെ ചന്ദ്രമതി നീ എന്താ കരുതിയത് ഞാൻ അതിന് വേണ്ട നീക്കങ്ങൾ നടത്തുന്നില്ലെന്നോ? നീ ഒരു കാര്യം ചെയ്യ്, അവർ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നത് എന്തോ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതെന്താണെന്ന് നീ കണ്ടെത്തണം. അവരുടെ മുറി നീ ഒന്ന് സെർച്ച് ചെയ്യണം. അവരെ അറിയാതെ അവരുടെ മുറി നീ പരിശോധിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും തെളിവുകൾ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അതൊന്ന് നീ ശ്രമിച്ചു നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ശരി ഏട്ടാ, ഞാൻ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഫോൺ വെച്ചു. ഇതിനിടയിൽ ദുർഗയുടെയും കിരണിൻ്റെയും ഈ ഒളിച്ചുകളികൾക്ക് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന തല പുകഞ്ഞ് ആലോചിക്കുകയായിരുന്നു സഹദേവൻ. അപ്പോഴേക്കും അരികിലേക്ക് എത്തി നീരജ് ചോദിച്ചു, അല്ല നിങ്ങളെന്താ മനുഷ്യ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴും ഒന്നുമില്ലടി എന്ന് വിഷമത്തോടെ സഹദേവൻ പറയുന്നത് കേട്ട് നീരജ് ചോദിച്ചു, എന്തു പറ്റി, ഇവിടെ ഉത്സാഹമൊന്നും ഇല്ലല്ലോ, എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. അല്ലടി നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പോവുകയാണല്ലോ, ആദ്യം നമുക്ക് പൂർണ്ണിമ മാത്രം ഒതുക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആ ദുർഗയും കിരണും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളല്ലാതായിട്ട് പോലും അവർ പോലും നമ്മുടെ ശത്രുവായി മാറിയിരിക്കുന്നു. ഇപ്പോൾ പൃഥ്വിയും അഷിതയും എല്ലാവരും നമുക്കെതിരായി നിൽക്കുകയാണ്. ഇവരെ എല്ലാവരെയും നമുക്ക് തകർക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് നീരജ് പറഞ്ഞു, അതെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരു കണക്കിന് നിങ്ങൾ മര്യാദയോടെ നിന്നിരുന്നെങ്കിൽ, നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ ആ പൃഥ്വി പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഓഫീസിൽ പോകാൻ കഴിയുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട് നിന്ന സഹദേവൻ പറഞ്ഞു, എൻ്റെ നീരജെ, ഞാൻ ആഗ്രഹിച്ചത് അവിടുത്തെ ഓഫീസിൽ ഒരു സ്റ്റാഫായി നിൽക്കുക എന്നതല്ല, മറിച്ച് എല്ലാം എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണം, എല്ലാം നമുക്ക് സ്വന്തമാകണം. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ സർവാധിപതിയായി എനിക്ക് വാഴണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്ന നീരജ പറഞ്ഞു, എങ്കിലും സഹദേവേട്ടാ, നമ്മുടെ നീക്കങ്ങളൊക്കെ പാളിപ്പോവാണല്ലോ. ഇനിയിപ്പോൾ എന്താ ഒരു പോംവഴി? ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അശ്വതി കേട്ട് നിന്ന് സദയം പറഞ്ഞു, അതെ ഇനിയൊരു കാര്യം ചെയ്യാം. ആ കിരണിനെയും ദുർഗയും എങ്ങനെ എവിടെന്നെങ്കിലും പുറത്താക്കണം. അതാണ് ഇനി ചെയ്യേണ്ടത്. അതിനുള്ള വഴി കണ്ടെത്തും ഞാൻ എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ആലോചിച്ച സഹദേവൻ. ഈ സമയത്ത് ദുർഗയുടെയും കിരണിനെയും വെല്ലുവിളിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പുറപ്പെട്ട പൃഥ്വിയെക്കുറിച്ച് ചന്ദ്രസേനൻ ചന്ദ്രമതിയോട് അന്വേഷിച്ചിരുന്നു. ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ പൃഥ്വി എവിടെയെന്ന് ചന്ദ്രസേനൻ ചോദിച്ചപ്പോൾ അഷിയും കൂട്ടി അവൻ ഡിന്നറിന് പോയിരിക്കുകയാണെന്നതായിരുന്നു ചന്ദ്രമതിയുടെ മറുപടി. അത് മനസ്സിലാക്കിയതോടെ ചന്ദ്രസേനൻ വീണ്ടും പൃഥ്വിയുടെ ഫോണിലേക്ക് വിളിച്ചു. അവർ ഹോട്ടലിലെത്തി ഫുഡ് ഓർഡർ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ അഷി ഓർഡർ ചെയ്തോളൂ എന്ന് പറഞ്ഞ് കിരൺ അഷിയുടെ കയ്യിലേക്ക് ആ മെനു കാർഡ് കൊടുത്തു. അത് വേണ്ടതും പൃഥ്വിയുടെ സന്തോഷവും ഇഷ്ടവുമാണ് തൻ്റെ ഇഷ്ടമെന്ന് അഷിത പറയുമ്പോൾ പൃഥ്വി എൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് ഇരുന്നാൽ മാത്രം മതി, അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ നേട്ടമെന്നും അതാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും അഷിത പറയുമ്പോൾ പൃഥ്വി പറഞ്ഞു, അതല്ല തനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് താൻ ഓർഡർ ചെയ്തു, ഇന്ന് താൻ എന്ത് ഓർഡർ ചെയ്താലും ഞാനത് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞ് പൃഥ്വി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വാഷ്റൂമിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പൃഥ്വി ഒരുങ്ങുമ്പോൾ ഫോണിലേക്ക് കോൾ വരുന്നത് കണ്ടു. ഉടനെ ഇത് ആരാണെന്ന് സംശയപ്പെട്ട് നോക്കുമ്പോൾ അത് മേനനാണെന്ന് കണ്ടതോടെ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ടിറങ്ങിയതോടെ അഷിത പൃഥ്വിയെ നോക്കി. പൃഥ്വി ഇനിയെങ്കിലും ഈ ഫോൺ കോൾ ഒന്ന് മാറ്റി വെച്ചോടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ശരി, ഇനി ഒരു കോളും അറ്റൻഡ് ചെയ്യുന്നില്ല, എന്താ പോരെ എന്ന് പറഞ്ഞ് അഷിതയെ ചേർത്ത് പിടിച്ച് പൃഥ്വി അങ്ങനെ ഇരുന്നു. ഈ സമയത്ത് താൻ എത്ര വിളിച്ചാലും പൃഥ്വി കോൾ എടുക്കില്ലെന്ന് മനസ്സിലാക്കിയതോടെ പൃഥ്വി എവിടെയാണെന്ന് കണ്ടെത്താൻ തൻ്റെ ആളുകൾക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ പൃഥ്വി ഏത് ഹോട്ടലിലാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. പൃഥ്വി കൈ കഴുകാനായിട്ട് വേഗം അകത്തേക്ക് പോയ സമയത്ത് പൃഥ്വി കൈ കഴുകാൻ പോകുന്ന ആ നേരത്താണ് പൃഥ്വിയുടെ അരികിലേക്ക് അഷിതയെ അപായപ്പെടുത്തുമെന്ന്
ഭീഷണിയും മുഴക്കിക്കൊണ്ട് കൃത്യമായി പൃഥ്വിക്ക് അരികിലേക്ക് മേനോൻ പറഞ്ഞയച്ച ആള് അശ്വതയെ കൃത്യമായി വാച്ച് ചെയ്ത് അവിടെ അരികിൽ വന്ന് നിൽക്കുന്നത് കണ്ടത്. നീ ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ ഭാര്യ ഉണ്ടാവില്ല എന്ന ഒരു ഭീഷണി കൂടി പൃഥ്വിയുടെ നേരെ വരുമ്പോൾ പൃഥ്വിയാകെ ടെൻഷനോടെ വേഗം വന്ന് അശ്വതി ഇരിക്കുന്നിടത്ത് വന്ന് നോക്കി. അപ്പോഴേക്കും അശ്വതയെ വാച്ച് ചെയ്ത് ഒരു ഗുണ്ട തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ടു. ഫോണിൽ അയാൾ സംസാരിച്ചുകൊണ്ട് അശ്വതയെ തന്നെ നോക്കുന്നത് കണ്ടതോടെ വല്ലാത്ത ടെൻഷനായി. എന്ത് ചെയ്യുന്നറിയാതെ ആകെ വേദനയോടെ വിഷമിച്ച് അങ്ങനെ അശ്വത നിൽക്കുമ്പോൾ ഇതിനൊരു എന്താണ് ഇതിനൊരു പരിഹാരം എന്നറിയാതെ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് അശ്വത. അപ്പോഴേക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആശങ്കയിൽ പൃഥ്വി അങ്ങനെ നിൽക്കുമ്പോൾ അഷിയെ എത്രയും വേഗം പറഞ്ഞയക്കുക എന്നല്ലാതെ വേറൊരു പരിഹാരം ഇതിനില്ല എന്ന് അതോടെ മനസ്സിലായി. അങ്ങനെ അശ്വതയെ പറഞ്ഞയക്കാൻ പൃഥ്വി തീരുമാനിച്ചു. അശ്വതയ്ക്ക് ഒരു വണ്ടി വിളിച്ചു തരാമെന്നും എത്രയും വേഗം അശ്വത ഇവിടുന്ന് പോകുന്നത് നല്ലതെന്നും തനിക്ക് അർജന്റായിട്ട് ഓഫീസിലേക്ക് പോകണമെന്നും പറഞ്ഞ് ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആകെ തകരുമെന്നും അശ്വതയോട് പറഞ്ഞതോടെ മനസ്സോടെ അശ്വത പോകാൻ തയ്യാറായി. അങ്ങനെ അശ്വതയും കൂട്ടിക്കൊണ്ട് അശ്വതയെ ഒരു ടാക്സിയിൽ പറഞ്ഞയച്ച് പൃഥ്വി അവിടെ നിന്ന് പുറപ്പെട്ടു. അഷി നേരെ വീട്ടിലേക്ക് വന്നെത്തിയപ്പോൾ പൃഥ്വി എവിടെയെന്ന് അശ്വതയോട് ചന്ദ്രമതി അന്വേഷിച്ചതും തനിക്കറിയില്ല എന്നും എപ്പോഴും ബിസിനസ്സിന്റെ തിരക്കാണെന്ന് പറഞ്ഞല്ലേ പൃഥ്വി നടക്കുന്നത്, എന്ത് ബിസിനസ് ആണെന്നോ എന്താണ് അതിന്റെ നേട്ടമെന്നോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും പൃഥ്വിക്ക് എന്നെ ഒഴിവാക്കാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് അശ്വ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അരികിലേക്ക് എത്തിയ പൂർണിമ പറഞ്ഞു, അഷി ഇങ്ങനെ ടെൻഷൻ ആവാതെ, എന്തായാലും ഈ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം കാണാൻ കഴിയും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സമാധാനത്തോടെ ഇരിക്കേ, തൽക്കാലം പൃഥ്വിയുടെ ഈ ടെൻഷനൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം എന്ന് അഷിക്ക് വാക്ക് കൊടുക്കുകയാണ് പൂർണിമ. അശ്വതിയുടെ വാക്കുകളെല്ലാം കേട്ട് പൂർണിമ ആകെ വേദനയോടെ അഷിയെ നോക്കുമ്പോൾ പൂർണിമയുടെ വാക്കുകളൊന്നും അശ്വതിക്ക് ആശ്വാസമായില്ല എന്ന് അപ്പോഴേക്കും മനസ്സിലായി. ആകെ കലിച്ചു തുള്ളി നേരെ റൂമിലേക്ക് എത്തിയ അശ്വത പൃഥ്വിയെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. ദുർഗയും കിരണും തമ്മിൽ നടത്തുന്ന അവരുടെ പരസ്പര സ്നേഹവും അവരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നേരിൽ കണ്ട് അസൂയ പൂണ്ടു നിൽക്കുന്ന അഷിക്ക് പൃഥ്വി തന്നോട് കാണിക്കുന്നത് സ്നേഹക്കുറവാണ് എന്നൊരു തോന്നൽ അശ്വതിയുടെ മനസ്സിനെ വീണ്ടും അലട്ടി. അഷി ആകെ സങ്കടത്തോടെ വേഗം വസുമതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. വസുമതി ഇതിനിടയിൽ സന്തോഷത്തോടെ തൻ്റെ മകൾക്ക് കിട്ടിയ ആ നല്ലൊരു ലൈഫിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അഷിക്ക് ഇങ്ങനെ ഒരു വിവാഹം നടന്നതുകൊണ്ട് നമ്മൾക്ക് സമാധാനത്തോടെ നിൽക്കാൻ കഴിയണം, അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നൊക്കെ അവർ സംസാരിക്കുമ്പോഴാണ് അഷിയുടെ ഫോൺ കോൾ വന്നത്. വേഗം കോൾ അറ്റൻഡ് ചെയ്തതോടെ ആകെ സങ്കടത്തോടെ കരയുന്ന അഷിയോട് എന്തു പറ്റിയെന്ന് വസുമതി അന്വേഷിച്ചു. എന്തിനാ അഷി നീ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ആ ദുർഗയും കിരണും കാരണം ഒരു രക്ഷയുമില്ല എന്നും അവർ തൻ്റെ ജീവിതം തകർക്കുകയാണെന്നും എത്രയും വേഗം അവരെ ഇവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ തയ്യാറാകാത്ത എന്താണെന്നും ഒക്കെ ചോദിച്ച് അഷി ബഹളം ഉണ്ടാക്കുന്നു. അശ്വതയുടെ ദേഷ്യപ്പെടലും സങ്കടം പറച്ചിലും എല്ലാം കേട്ടപ്പോൾ ആകെ വിഷമത്തോടെ അശ്വതയുടെ ആ സംസാരം കേട്ടു നിന്ന നീരജയും വസുമതിയും ഈ ഗിരിജയും ഒക്കെ എല്ലാത്തിനും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാമെന്ന് അശ്വതയ്ക്ക് വാക്ക് നൽകുന്നു. ഇതിനിടയിലാണ് ദുർഗയുടെയും കിരണിന്റെയും റൂം പരിശോധിക്കണമെന്ന തീരുമാനത്തോടെ റൂമിലേക്ക് സഹദേവൻ കയറിയത്. ദുർഗ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും കിരൺ പുറത്ത് ധനുമോളുമായി കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും ചന്ദ്രമതിയും അതേ ഉദ്ദേശത്തോടെ കൂടി തന്നെ ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ അവരെവിടെയാണെന്ന് നോക്കട്ടെ എന്നും എന്തായാലും അവരുടെ റൂം പരിശോധിക്കണമെന്നും അവരും ചന്ദ്രമതിയും തീരുമാനിച്ചു. ഇതിനിടയിൽ പുറത്തുപോയ പൃഥ്വി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ആകെ ഗൗരവത്തോടെ ഇരിക്കുന്ന അശ്വതയാണ് കണ്ടത്. അശ്വതയുടെ അരികിലേക്ക് എത്തി എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ താനൊന്ന് നേരത്തെ എഴുന്നേറ്റോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉറങ്ങിയിട്ട് വേണ്ട എഴുന്നേക്കാൻ എന്നതായിരുന്നു അശ്വതയുടെ മറുപടി. അതെന്താ താൻ ഇന്നലെ ഉറങ്ങാതിരുന്നെന്ന് ചോദിച്ചതും ഉടനെ വരാമെന്ന് പറഞ്ഞു പോയ പൃഥ്വി വരുന്നത് ഈ സമയത്തല്ലേ, പൃഥ്വിയെ കാത്തിരിക്കുകയല്ലായിരുന്നോ ഞാൻ? പൃഥ്വി എവിടെയെങ്കിലും പോയാൽ പൃഥ്വി തിരിച്ചു വരുന്നത് വരെ ഞാനിവിടെ സുഖമായി കിടന്ന് ഉറങ്ങുമെന്നാണോ പൃഥ്വി കരുതുന്നത്? എനിക്ക് പൃഥ്വിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ സമയമുള്ളൂ. പൃഥ്വി ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് ലൈഫാണുള്ളത് എന്ന് അശ്വത പറയുമ്പോൾ പൃഥ്വി പറഞ്ഞു, സോറി എടോ, നമ്മുടെ ഈ തിരക്കുകളൊക്കെ ഒന്ന് മാറാൻ താൻ ഒന്ന് കാത്തിരിക്കേണ്ടി വരും, അല്ലാതെ ഉടനെ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എന്ത് ബിസിനസ്സാ പൃഥ്വി ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അത് എടോ നമ്മുടെ ബിസിനസ് അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞതും അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. എന്താ അതൊക്കെ കസ്റ്റംസും മറ്റുമൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മുടെ ഒരു ഓർഡർ ഒരു ലോഡ് നമ്മൾ കയറ്റി അയക്കാൻ ശ്രമിച്ച ഒരു ലോഡ് കസ്റ്റംസ് പിടികൂടി. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയറിങ്സിനായിട്ട് പോയതാണ്, അതാണ് ഇത്ര രാവിലെ വരെ ആകേണ്ടി വന്നത് എന്നല്ല പൃഥ്വി കളവ് പറഞ്ഞു.
ഉടനെ അശ്വതി ചോദിച്ചു, അത് ശരി, എന്ത് ബിസിനസ്സാണെന്ന് ഇതുവരെയും പ്രതി പറയാത്തത് എന്താ? വല്ലോ കള്ളക്കടത്തുമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഏയ് അങ്ങനെയൊന്നുമല്ല, ഇല്ലീഗലായിട്ടുള്ള ഒന്നുമല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും, എന്നിട്ട് പിന്നെ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ടെന്ന് പ്രതി അറിയിച്ചു. എന്നിട്ട് ആ പ്രോഫിറ്റൊക്കെ എവിടെ? ഇതുവരെയായിട്ട് ഒരു രൂപ പോലും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കണ്ടിട്ടില്ലല്ലോ. എന്തെങ്കിലും പണം നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മെസ്സേജ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ ചേച്ചി ഇവിടെ വരുന്നത് കാണാമല്ലോ. എന്നിട്ട് സ ഗോ ഈ ഈ ഒരു ബിസിനസ് നടത്തി പൃഥ്വിക്ക് കിട്ടുന്ന ആ പ്രോഫിറ്റൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോഴേക്കും പൃഥ്വി പറഞ്ഞു, എടോ, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണമൊക്കെ വാങ്ങിയാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഏർണിങ്സ് ആയി തുടങ്ങിയതേ ഉള്ളൂ. ആ കടം ആദ്യം കൊടുത്തു വീട്ടുകയാണ് ഞാൻ. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട പണമൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. താമസിയാതെ തന്നെ ആ കടം വീടും. അത് കഴിഞ്ഞാൽ പിന്നെ തനിക്ക് തന്നെയാണ് ഈ പ്രോഫിറ്റ് മുഴുവൻ കിട്ടുന്നത്. തൻ്റെ കയ്യിലേക്ക് പണം തന്നെ വന്നു ചേരും. അപ്പോൾ തനിക്ക് ഇഷ്ടമുള്ള പോലെ ചെലവഴിക്കാം. ആരും ഒരു മെസ്സേജുമായിട്ട് തൻ്റെ അരികിലേക്ക് വരില്ല. എന്താ അത് പോരെ എന്ന് ചോദിച്ചപ്പോഴേക്കും, ശരി, ആ പൃഥ്വി പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞപ്പോഴേക്കും, അതെ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇതുവരെയായിട്ടും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല, പറ്റുമെങ്കിൽ എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് വരുമോ, എന്നാൽ ഞാൻ ഹാപ്പി ആയേനെ എന്ന് പറഞ്ഞു. ശരി, പൃഥ്വി ഇവിടെ ഇരിക്കേ, ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അക്ഷിത പൃഥ്വിനെ അവിടെ ഇരുത്തി. അക്ഷിത പോകുമ്പോഴേക്കും പൃഥ്വി ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത സമാധാനത്തോടെ ബെഡിലേക്കായിരുന്നു. ഈ സമയത്താണ് ദുർഗയുടെയും കിരണിൻ്റെയും റൂം പരിശോധിക്കാനായിട്ട് അവരെവിടെയാണെന്ന് നോക്കാൻ ചന്ദ്രമതി എത്തിയത്. ദുർഗ കിച്ചണിലും കിരൺ പുറത്ത് ധുനിമോളോടൊപ്പം കളിക്കുകയാണെന്നും കണ്ടതോടെ ചന്ദ്രമതി ആശ്വാസത്തോടെയും കിരണിൻ്റെയും ദുർഗയുടെയും റൂമിനരികിലേക്ക് എത്തി. അപ്പോഴാണ് അവിടെ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സഹദേവനെ കണ്ടത്. അല്ല, ഇതെന്താ സഹദേവൻ കാണിക്കുന്നത്? അവരുടെ മുറി സഹദേവൻ പരിശോധിക്കുകയാണോ? അപ്പോൾ സഹദേവനും അവരുടെ മേൽ എന്തോ സംശയമുണ്ടല്ലോ എന്ന് ചന്ദ്രമതി മനസ്സിലാക്കുന്നു.